വാഗണറിൻ്റെ ഫ്ലാപ്പാണ്. പുതിയതാണല്ലോ ചേട്ടാ. എല്ലാ വർക്കും കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2004 മോഡൽ വാഗണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ, ലൈറ്റ്, ബാക്കിൽ ഭയങ്കര കുറച്ച് സംഭവങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ വെക്കുന്നത് കാണാം കേട്ടോ. പെയിൻറ്റിങ് വീഡിയോ കഴിഞ്ഞു മൊത്തത്തിൽ. നമുക്ക് ഇതിൻ്റെ കുറച്ച് ലൈറ്റും കണ്ടോ, ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തെ കുറച്ച് ഇൻറ്റീരിയർ സംഭവങ്ങളും ഡോറിൻ്റെ അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഡോർ പാഡിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെക്കുന്നത് കാണാം. ബാക്കിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി കയറ്റിയിടുകയാണ്. അപ്പോൾ കയറ്റിയിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ഒരു 2004 മോഡൽ വാഗണറാണ് കേട്ടോ. ബിമിച്ചേട്ടാ ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും ഇതിന്? പെയിൻറ്റിങ്ങിന് എത്ര ആയിട്ടുണ്ടാവും നമുക്ക് സിൽവർ ചെയ്തപ്പോൾ? 30 രൂപ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. നമുക്ക് സ്കേറ്റിങ്, ഒരു ബ്ലാക്ക് സ്കേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഒട്ടിക്കുന്നതാണ്. ഇവിടെ ഉണ്ട് സ്കേറ്റിങ്, ആ ഒരു സ്കേറ്റിങ് പോയിട്ടുണ്ട്. ഈ ഡോർ പാഡിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വെക്കുന്നത് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്കിവിടെ സൈഡ് മിററും കാര്യങ്ങളും, പിന്നെ കുറേ വൈപ്പർ, പിന്നെ ഫ്രണ്ടിൽ ഈ ബോണറ്റിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് കൂടി വെക്കാം. ആ ചേട്ടാ എങ്ങനെയുണ്ട്? നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളും ചെയ്യുന്നത് കേട്ടോ. നമുക്കിനിയിപ്പോൾ നമ്മുടെ സൈഡ് മിറർ വെക്കുന്നുണ്ട്. എന്നാ ആയിക്കോട്ടെ, നാളെ കൊണ്ടുവരട്ടെ. നാളെ കൊണ്ടുവരും. നാളെ കൊണ്ട് നാളെ കൊടുക്കാമല്ലോ. മറ്റേ സൈഡ് ഗ്ലാസ് ഇടുന്നതിന് മുമ്പായിട്ട് ബീഡിങ് ഒന്നും എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ ബീഡിങ് തുറച്ചിരിക്കുക ചേട്ടാ. അപ്പോൾ ഈ ഒരു സാധനം മാറുന്നത് നോക്കാം. പുതിയ പറഞ്ഞ ഫ്രഷ് ഇടാം. അതെങ്ങനെ ഉള്ളിൽ കൂടി കയറ്റും ചേട്ടാ? പണിയാ. ഓക്കെ, ഫ്രഷ്. ഓക്കെ, ഇനി 2-3 ഇതും കൂടി മാറാം. ഉച്ച കഴിഞ്ഞ് അപ്പോൾ എത്ര മണിക്ക് തുടങ്ങും ചേട്ടൻ? എങ്ങനെ ഈ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാതെ തുടങ്ങല്ലേ? ഇത് പിന്നെ നമുക്ക് 2:30 ആകുമ്പോൾ തുടങ്ങിയാൽ മതി. 2-2:30 ഇപ്പോൾ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സ്പേസ് അയച്ചിട്ട് നമുക്കത് ഇടാൻ പറ്റുള്ളൂ. കറക്റ്റാണോ? ഓക്കെ. ബാക്കിലെ ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഈ ബാക്കിലെ ലൈറ്റ് ഇത് ഒറിജിനൽ തന്നെയാണോ? ഒറിജിനൽ 2004 വരുന്ന ലൈറ്റാണ് കേട്ടോ. നമുക്കത് വെക്കുന്ന നോക്കാം. സാധനമൊക്കെ ഇപ്പോൾ റെയറായില്ല, കിട്ടാൻ പാടാം. നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് വെക്കണം കേട്ടോ. അപ്പുറത്തെ ലൈറ്റ് വെച്ച് കഴിഞ്ഞു. അതുള്ളിലിട്ടോ കേട്ടോ. ഇതെങ്ങനെ പുറത്ത് വന്നത്? ഓക്കെ. ഫ്രണ്ടിൽ ഇത് വെക്കണം. ഡോർ പാർട്ടിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ പവർ വിൻഡോ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുകയാണ്. പവർ വിൻഡോ അല്ലേ ഏട്ടാ? പവർ വിൻഡോയുടെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. ഇത് 2003 മോഡലാണെങ്കിൽ ഇതിന് കമ്പനി പവർ വിൻഡോ അല്ലേ, ഇപ്പോൾ നമ്മൾ അഡീഷണൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഡോർ പാഡ് വെക്കണം നോക്കാം. പവർ വിൻഡോ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഡോറ് മാത്രമേ ചെയ്യാനുള്ളൂ. അതേപോലെ നമ്മുടെ ഈ സൈഡും ഡോർ പാടും കാര്യങ്ങളൊക്കെ വെച്ചു. അതുപോലെ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡ് ഗ്ലാസിൻ്റെ സാധനം വെക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു ബീഡിങ് വരാറുണ്ട്. അപ്പോൾ ആ ബീഡിങ് വെച്ചാലേ നമുക്ക് ആ സൈഡ് മിററൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് കൂടി നോക്കാം. ബാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡോറും നമുക്ക് ഈ ഡോർ കൂടി മാത്രം വെച്ചാൽ മതി. അത്യാവശ്യം നമ്മുടെ ബാഗൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടോ. ഇനിയിപ്പോൾ ഗാർഡ് പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട്. അപ്പോൾ അത് ചേട്ടനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇത് വെച്ച് കേട്ടോ. നമ്മുടെ ഈ ബാക്കിൽ വരുന്നൊരു സ്പീക്കറിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇതിൻ്റെ അല്ലേ എഞ്ചിൻ പോയ പക്ക നീറ്റും ക്ലീനോ. താത്തിക്കും അല്ല അത് കേട്ടിട്ടുണ്ട്. ഓസ് കേട്ടിട്ടുണ്ടേ. ഓക്കെ, അത് പ്രസ് ചെയ്ത് വെക്കണോ?
പ്രസ് ചെയ്ത് പിടിച്ചേ. എന്നിട്ട് അത് കുഴിച്ചിറക്കിയാണ് ഈ നമ്മൾ മറ്റേ വണ്ടി എടുത്തിട്ട് ഈ ഡോറ് ടൈറ്റ് ചെയ്യാൻ. ഇതൊരു കവറിങ് വരുമല്ലേ ബ്ലാക്ക്. നമ്മുടെ ഫ്ലാപ്പ് വെക്കാൻ പോകണം. അപ്പോൾ ഇത് ഫ്രഷാന്ന് തോന്നുന്നു അല്ലേട്ടാ? പുതിയതാണോ? പുതിയ ഫ്ലാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വാഗണറിൻ്റെ തന്നെ കേട്ടോ, വാഗണറിൻ്റെ ഫ്ലാപ്പാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും വെക്കണം നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിൽ വെക്കാൻ പോകും. ബാക്കിലെ ഫ്ലാപ്പ് വെക്കുന്നത് നോക്കാം. ജസ്റ്റ് കയറി. ഓക്കെ, പെർഫെക്റ്റ്. ബാക്കിൽ ഏകദേശം കുട്ടപ്പനായിട്ടോ. ബാക്കിൽ ഫ്ലാപ്പ് അടിപൊളി കുട്ടപ്പനായി നല്ല സൂപ്പർ നീറ്റാക്കിയിട്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പം നമ്മുടെ അകത്താണെങ്കിലും ഇൻറ്റീരിയറൊക്കെ സൂപ്പർ കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ബാക്കാണെങ്കിലും അടിപൊളിയായിട്ട് നല്ല സൂപ്പറാക്കിയിട്ടിരിക്കുകയാണ്. നമ്മുടെ വാഗണറാണ് കേട്ടോ. വാഗണറിൻ്റെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇനി വൈപ്പർ വെക്കാനുണ്ട്. അപ്പോൾ വൈപ്പർ വെക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മുടെ ചേട്ടൻ. നമ്മുടെ ഗ്ലാസിൻ്റെ ബീഡിങ് വെച്ചിട്ടുണ്ട്. വന്നല്ലേ, പുതിയതാണല്ലോ ചേട്ടാ. നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഈ വാഗണറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടി കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുൾ നീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് വണ്ടി ഡെലിവറി ചെയ്യാൻ പോവാണ്. കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ്. വണ്ടി പക്ക കുട്ടപ്പനാക്കി ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണം നോക്കാം. അകവും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇനിയിപ്പോൾ പോവാം.